എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ ഒരു ബുള്ള് അത് ഫുൾ സ്പീഡില് മുൻപോട്ടേക്ക് ഓടും. പക്ഷെ ഓൾറെഡി അതിന് ഒരുപാട് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അതിന് കറക്റ്റ് ആയിട്ട് കണ്ണ് കാണില്ല. അത് അടുത്തുള്ള ചുമരിലൊക്കെ പോയി ആഞ്ഞെട്ടിക്കും. മിലിറ്ററി ഫോഴ്സ് ആണെങ്കിൽ വീണ്ടും അതിനെ അറ്റാക്ക് ചെയ്യാൻ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്യാണ്. അതിന്റെ അവസ്ഥ കണ്ട് ഫ്രാങ്കി ഫാമിലി അവർ നിലവിളിച്ചു പറയും, പ്ലീസ് നീ ഇനിയും മുൻപോട്ട് പോകേണ്ട ആവശ്യമില്ല, നീ നിന്റെ മാക്സിമം ചെയ്തു, സോ ദയവ് ചെയ്ത് നീ സ്റ്റോപ്പ് ചെയ്യ്. പക്ഷെ അതാണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. കാരണം അത് ഓൾറെഡി അതിന്റെ കൂടെയുള്ള ആ മഞ്ഞ ബുള്ള് അതിന് വാക്ക് കൊടുത്തതാണ്. ഉറപ്പായിട്ടും നമ്മുടെ ആൾക്കാരെ അത് സേഫ് ആയിട്ട് ആ ജുഡീഷ്യൽ കോർട്ടിന്റെ മുൻപിൽ എത്തിക്കുമെന്ന്. ആക്ച്വലി ഫ്രാങ്കിക്ക് ആ രണ്ട് ബുൾസിനെയും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് അവറ്റകൾ രണ്ടിനെയും അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബുള്ളാണെങ്കിൽ അതൊക്കെ ആലോചിച്ച് സന്തോഷത്തോടു കൂടെ മുൻപോട്ട് കുതിക്കുകയാണ്. അതങ്ങനെ ഓടി ഓടി ഇപ്പൊ വലിയൊരു കൊക്കയുടെ അടുത്തെത്തി കഴിഞ്ഞു. അത് കണ്ട ഫ്രാങ്കി ഫാമിലി മെമ്പേഴ്സ് അവർ നിലവിളിച്ച് പറയും, നോ, ഇനിയും മുൻപോട്ട് പോവരുത്, ഇനി മുൻപോട്ടേക്ക് പോയാ നീ കൊക്കയിലേക്ക് വീഴും. പക്ഷെ ആ ബുള്ളാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. സോറയും സാഞ്ചിയും അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പറയും, ഇനി നമുക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, ഇതാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞ് അവരിപ്പോ അങ്ങനെ എടുത്തു ചാടും. സോറോ അവന്റെ വാൾ ഉപയോഗിച്ച് ഒരുപാട് ബിൽഡിങ്സിന്റെ പാർട്സ് ഒക്കെ വെട്ടിയെറിയും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് സാഞ്ചി അവന്റെ കാലുപയോഗിച്ച് വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ചുമരൊക്കെ ചവിട്ടി തകർക്കാൻ തുടങ്ങും. അവര് ബിൽഡിങ്ങിന്റെ ചുമരൊക്കെ തകർത്തിട്ട് ഇപ്പൊ ഗൊമറയ്ക്ക് വഴിയൊരുക്കി കൊടുക്കും. അത് ചാടിയോടി ആ കോർട്ടിന്റെ തൊട്ട് മുൻപിലെത്തി അങ്ങനെ അടിച്ച് താഴെ വീഴും. ഫ്രാങ്കി ഫാമിലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവര് വിളിച്ചു പറയും, ഗൊമറ, നീ കലക്കി, നീ നിന്റെ ലക്ഷ്യത്തില് കറക്റ്റ് ആയിട്ട് എത്തി. ആ കോർട്ട് ഹൗസ് അതാണ് നിന്റെ തൊട്ട് മുൻപിൽ കാണുന്നത്. ഗൊമറയാണെങ്കിൽ ബോധം കെട്ട് അങ്ങനെ വീണ് കിടക്കും. അപ്പോഴായിരിക്കും വലിയൊരു അനൗൺസ്മെന്റ് വരിക, പൈററ്റ്സ് എല്ലാവരും കോർട്ട് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉടനെ നേവി ഫോഴ്സ് അവരെ തടയണം. കട്ട് ചെയ്ത ആ ഏജന്റ് വില്ലൻ അവനാണെങ്കിൽ അവന്റെ ആനയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരു ഗോൾഡൻ സ്നെയില് അതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഹായ് ആയിട്ട് ഇരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു സ്നെയിൽ ഉപയോഗിച്ചാണ് ബസ്റ്റർ കോൾ ചെയ്യാൻ കഴിയുക. അവനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. എന്നെ പോലെ ഒരാൾക്ക് ഇത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നേവി ഹെഡ്ക്വാർട്ടേഴ്സിലെ വലിയ ഹെഡ്സിനും ചീഫിനും മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയൂ. ഇതിപ്പോ കറങ്ങി തിരിഞ്ഞ് എന്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ഇതെനിക്ക് തന്നത് സാക്ഷാൽ അവക്കിച്ചിയാണ്. അവനെ പോലൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ആ പ്ലൂട്ടോൺ അതെനിക്ക് ആദ്യം ഡീകോഡ് ചെയ്ത് കണ്ടുപിടിക്കണം. ആ പ്ലൂട്ടോൺ അതെന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ബസ്റ്റ് കോൾ ചെയ്യാൻ എനിക്ക് ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല. അങ്ങനെ അവൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഫ്രാങ്കിയും റോബിനും അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. റോബിന്റെ മനസ്സിലേക്ക് വീണ്ടും ആ ബസ്റ്റർ കോളിന്റെ ചെറിയ മെമ്മറീസ് വരും. റോബിൻ മാത്രമാണ് വളരെ പണ്ടുണ്ടായ ആ വോഹാറ ഇൻസിഡന്റ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അന്ന് ബസ്റ്റർ കോൾ ഉണ്ടായപ്പോ 8 വയസ്സുള്ള റോബിൻ അവള് മാത്രം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അതേസമയം ആ വില്ലൻ ഏജന്റ് അവനാണെങ്കിൽ ആ സ്നെയിലിന്റെ മുകളിലുള്ള ബട്ടൺ അത് തൊട്ടും തലോടിയും അങ്ങനെ ഇരിക്കും. ഞാനിതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് ബസ്റ്റർ കോൾ ആക്ടിവേറ്റ് ആവും. ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും പൊട്ടി തകരുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചിരിക്കും. അപ്പോഴായിരിക്കും ഒരുത്തൻ ഡോറും തല്ലി തുറന്ന് ചീഫ് സ്പാൻഡം എന്ന് വിളിച്ച് അവിടേക്ക് വരിക. ഏജന്റ് വില്ലനാണെങ്കിൽ ഒരു സെക്കൻഡ് ഞെട്ടിപ്പോവും. ഏജന്റ് ദേഷ്യപ്പെട്ട് പറയും, നിനക്കൊന്ന് ഡോർ നോക്ക് ചെയ്തിട്ട് വന്നൂടെ, ജസ്റ്റ് മിസ്സിനാണ് ഒന്നും സംഭവിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ബസ്റ്റർ കോള് അത് ആക്ടിവേറ്റ് ആയേനെ. അതിനാവും പറയും, ഒരു എമർജൻസി കോൾ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പരിസരം ശ്രദ്ധിക്കാതെ ഓടി അകത്തേക്ക് കയറി വന്നത്. പക്ഷെ അപ്പോഴും ആ ഏജന്റ് വില്ലൻ അത് കാര്യാക്കില്ല. അവൻ റോബിന്റെ അടുത്തേക്ക് വന്ന് റോബിനോട് പറയും, ഇപ്പൊ എന്തോ ഒരു എമർജൻസി സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു എമർജൻസി എന്താണെന്ന് നിനക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയോ? അവൾ അപ്പോഴും പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കും. ഉടനെ ആ ഏജന്റ് അവൻ ചിരിച്ചിട്ട് പറയും, നിന്റെ ഫ്രണ്ട്സ് അവര് വന്നിട്ടുണ്ടാവും. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? ആ ഗേറ്റിന് മുൻപില് 2 ജയന്റ് മനുഷ്യന്മാരുണ്ട്. ഉറപ്പായിട്ടും അവര് നിന്റെ ആൾക്കാരെ തല്ലി കൊന്നിട്ടുണ്ടാവും. ആ റിപ്പോർട്ടാണ് ഇപ്പൊ ഈ സ്നെയിൽ കോളില് എത്തിയിരിക്കുന്നത്. സോ നീ തന്നെ നിന്റെ ചെവി കൊണ്ട് അത് കേൾക്കാൻ പറഞ്ഞ് അവൻ ആ കോള് കണക്ട് ചെയ്യും. കോള് കണക്ട് ആവുമ്പോ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരൊക്കെയോ നിലവിളിക്കുന്ന സൗണ്ട് അവൻ കേൾക്കും. ഉടനെ ഒരാൾ പറയും, ഹലോ ബോസ്, ഇത് ഞാനാണ്, ജുഡീഷ്യൽ ഗേറ്റിന് മുൻപിലുള്ള സെക്യൂരിറ്റി. ആ വില്ലന്മാര് അവരിപ്പോ ജുഡീഷ്യൽ ഗേറ്റിന് മുൻപിലെത്തി കഴിഞ്ഞു. നമ്മുടെ പകുതിയോളം മിലിറ്ററി ഫോഴ്സിനെ അവരില്ലാതാക്കി. അത് കേട്ട് ആദ്യം
ഏജന്റ് വില്ലൻ ഒന്ന് ഷോക്കാവും. അതിനുശേഷം വീണ്ടും ചോദിക്കും, ഓ ഗേറ്റിന്റെ അവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും ചേർന്ന് അവരെ കൊന്നുകളഞ്ഞല്ലേ? കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. നമുക്ക് കുറെ മിലിറ്ററി ഫോഴ്സിന് നഷ്ടപ്പെട്ടാലും ഒടുവില് നീ അവരെ കീഴടക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഏജന്റ് വില്ലൻ ഒരു ഗ്യാപ്പ് വിടാതെ തള്ളി മറിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ റോബിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൾക്ക് വേണ്ടി അവളെ അന്വേഷിച്ച് അവരിവിടം വരെ എത്തിയതിനെ ഓർത്ത് അവൾ ഷോക്കാവും. ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവൻ അവ പൊട്ടിത്തെറിച്ചു പറയും, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അവരെല്ലാവരും ഓൾമോസ്റ്റ് നമ്മുടെ ആൾക്കാരെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അവർക്കിനി എൻസ്ലാബി വരെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. അവർ കോർട്ട് ഹൗസിലെത്തി നമ്മുടെ സെക്യൂരിറ്റീസിനെയും തകർത്തിരിക്കുകയാണ്. അവരെപ്പോ വേണമെങ്കിലും ജുഡീഷ്യൽ കോർട്ടിലേക്ക് വന്ന് എല്ലാവരെയും തകർത്ത് കളയാൻ ചാൻസ് ഉണ്ട്. അത് കേട്ട് ആ ഏജന്റ് വില്ലൻ അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ആ ഫ്രാങ്കി ടീംസ് അവരാണെങ്കിൽ ഗേറ്റിന് മുൻപിൽ നിൽക്കുന്ന സെക്യൂരിറ്റീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവര് പറയും, നമ്മുടെ ബുള്ള് നമ്മളെ ഇവിടം വരെ എത്തിച്ചു, ഇനി പന്ത് നമ്മുടെ കോർട്ടിലാണ്. നമ്മുടെ പവർ കാണിച്ചു കൊടുത്ത് ഫ്രാങ്കിയെ നമ്മൾ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച വിത്തുകാളെ പോലെ അവരെല്ലാവരും ഇപ്പൊ മിലിറ്ററി ഫോഴ്സിന് നേരെ എടുത്തു ചാടും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാര് അവരിപ്പോ ലൂഫി ഫൈറ്റ് ചെയ്യുന്ന ആ വലിയ ബിൽഡിങ്ങിന്റെ താഴെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ആ ബിൽഡിങ് അത് ഓൾറെഡി ഒരുപാട് വലുതാണ്. അത്ര എളുപ്പത്തില് അതിന്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറാൻ കഴിയില്ല. നാമി ചോദിക്കും, ലൂഫി അവനിപ്പോ എത്ര ആൾക്കാരോടാ ഫൈറ്റ് ചെയ്യണേ? ഉടനെ സാഞ്ചി സോറയും അവർ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയും, ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ബാക്കിയുള്ള CP9 മെമ്പേഴ്സ് എല്ലാവരും ഒരുപക്ഷെ റോബിന്റെയും ഫ്രാങ്കിയുടെ അടുത്തും ഉണ്ടാവും. ഉടനെ ചോപ്പർ പറയും, നമ്മുടെ മുൻപില് ഇപ്പൊ സമയമില്ല, എത്രയും പെട്ടെന്ന് ലൂഫിയുടെ അടുത്തേക്ക് പോയി ആ വില്ലന്മാരെ തോൽപ്പിച്ച് റോബിനെയും ഫ്രാങ്കിയെയും അവർ രണ്ടുപേരെയും മോചിപ്പിക്കണം. അതിനാദ്യം വേണ്ടത് എൻസ്ലാബിക്ക് പോകാനുള്ള ആ ഒരു ബ്രിഡ്ജ് അത് താഴ്ത്തണമെന്ന് പറഞ്ഞ് അവര് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും വലിയൊരു അയൺ ബോള് അതിപ്പോ നാമിയെ ലക്ഷ്യമാക്കി അവളുടെ നേർക്ക് വരിക. സോറയാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് അത് വെട്ടിക്കളയാനായിട്ട് ഓടിയെത്തും. പക്ഷെ അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ തവളക്കുട്ടൻ അവനിപ്പോ ആ അയൺ ബോളിന്റെ മുൻപിൽ കയറി നിൽക്കും. അതവനെ ആഞ്ഞെട്ടിക്കും. പക്ഷെ തവളയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. സാഞ്ചി ആണെങ്കിൽ ആ വലിയ ബോള് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്തവന്റെ പിന്നാലെ ഓടും. ഓടി ഓടി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവനെ വെട്ടി താഴെയിടും. എന്നിട്ട് സ്ലോ മോഷനിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത 4 സൈഡിൽ നിന്നും ഇപ്പൊ സോൾജിയേഴ്സ് നമ്മുടെ ആൾക്കാർക്ക് നേരെ പാഞ്ഞെടുക്കും. നാമിയുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അവരെല്ലാവരും ആ വലിയ ഗേറ്റിലേക്ക് നോക്കും. ആ ഒരു ഗേറ്റ് അത് മുൻപ് കണ്ട ഗേറ്റുകളെ കഴിഞ്ഞും ഒരുപാട് വലുതാണ്. ഇതെങ്ങനെ തുറക്കുന്നു പറഞ്ഞ് തലവേദനിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സോറോ അവനവന്റെ സ്ക്വാഡ് വെച്ച് ഫുൾ പവറിൽ ഒരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് ആ ഗേറ്റ് ഹൗസ് പോലും പാതി തകർന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ഏജന്റ് വില്ലൻ അവൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഏജന്റ് വില്ലന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഗേറ്റിന് മുൻപിലുണ്ടായിരുന്ന വൈമോയും കാഷിയോ ആണ്. പക്ഷെ അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ സൈഡാണ്. ഇൻഫോമർ ആണെങ്കിൽ വീണ്ടും വീണ്ടും പറയും, ആ ലൂഫി അവൻ ആയിരക്കണക്കിന് സോൾജേഴ്സിനെ തല്ലിക്കൊന്നു. എനിസ്ലാബിയുടെ അവസ്ഥ ഇത്രയും മോശമായി ഇതുവരെ കണ്ടിട്ടില്ല. അത് കേട്ട് അവൻ ആ ഫോൺ വലിച്ചെറിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഓടാൻ തുടങ്ങും. അവൻ ഓടി വന്ന് ഇപ്പൊ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ബ്ലൂവാനോയെ അവന് മാത്രം ആ ചീഫ് വില്ലൻ കാണും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് പൊട്ടിച്ചിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബ്ലൂവാനോയും ലൂഫിയും അവർ രണ്ടുപേരും പരസ്പരം വെല്ലുവിളിച്ച് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് രണ്ടുപേരും ചാടി വീണ് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ബ്ലൂവാനയ്ക്കാണെങ്കിൽ കുറച്ച് പേടിയാവാൻ തുടങ്ങും. കാരണം ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവന്റെ സെയിം സ്പീഡിലാണ് ബ്ലൂവാനോയെ അറ്റാക്ക് ചെയ്യുന്നത്. ആക്ച്വലി ലൂഫി അവന്റെ പവർ എൻഹാൻസ് ചെയ്യാൻ തുടങ്ങിയത് അത് അവക്കിജിയെ മീറ്റ് ചെയ്തപ്പോഴാണ്. അവന്റെ ഫ്രണ്ട്സിനെ സേഫ് ആക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പേരെ നേരിടേണ്ടി വരുമെന്ന് ലൂഫി അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. കട്ട് ചെയ്ത ലൂഫി അവൻ ആ ബ്ലൂവാനോട് പറയും, എനിക്ക് എന്റെ ഫ്രണ്ടിനെ തിരികെ കിട്ടണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ കാലുവെച്ച് അവന്റെ ബോഡിയും പവറും ഇപ്പൊ എൻഹാൻസ് ചെയ്യാൻ തുടങ്ങും. ലൂഫിയുടെ ബോഡിയിൽ ഒരു ലൈറ്റ്നിങ് പവർ അതങ്ങനെ സ്പ്രെഡായി അവൻ ഫുൾ പവറിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.